ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ യോഗമാണ് ഇത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഔദ്യോഗിക തല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 15 സ്കൂളുകളിൽ നിന്നായി 1500ഓളം വിദ്യാർത്ഥികൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സൂംബ അവതരിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി. 1972ലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സംസ്ഥാനം ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങൾ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പുമായി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ചർച്ച നടത്തി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിൽ നിലവിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനാണ് സംസ്ഥാനം ഭേദഗതി ആവശ്യപ്പെടുന്നത്. തനത് നികുതി വരുമാനം 50,000 കോടിയിൽ നിന്ന് 1,00,000 കോടി രൂപയായി ഉയർത്താൻ കേരളത്തിന് സാധിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. കൊയിലാണ്ടി സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ട്രഷറിയിൽ വരുന്നവർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനാണ് പുതിയ കെട്ടിടങ്ങളിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക വിജ്ഞാന ഉൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയത്ത് നടന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ വ്യവസായ സൌഹൃദ സംരംഭങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിന് ഇനി 3 നാൾ മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുക. പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വച്ച ഭൌതിക ശരീരത്തിൽ മന്ത്രിമാരുൾപ്പെടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസം മഴക്കാല പൂർവ്വ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായാണ് മെയ് 2 മുതൽ 1 മാസക്കാലം പരിശോധനകൾ നടക്കുക. തട്ടുകട മുതൽ ചെക്ക് പോസ്റ്റുകൾ വരെ വിപുലമായ പരിശോധനകളാണ് നടത്തുക. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാരദ മുരളീധരൻ നാളെ വിരമിക്കും. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് അടുത്ത ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഉയർന്ന ചൂടിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പുലിപ്പല്ല് കൈവശം വച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ കോടതിയുടേതാണ് നടപടി. സുഹൃത്തായ ശ്രീലങ്കൻ സ്വദേശിയിൽ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചതെന്നാണ് മൊഴി. UGC നെറ്റ് പരീക്ഷയ്ക്ക് മെയ് 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ugcnet.nta.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ജൂൺ 21 മുതൽ 30 വരെ നടക്കുന്ന പരീക്ഷയ്ക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം സൌദി അറേബ്യയിലെത്തി. ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമായി 550 പേരാണ് സംഘത്തിലുള്ളത്. 1,22,000-ലേറെ തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നും ഈ വർഷം ഹജ്ജിനെത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്രയ്ക്ക് നാളെ തുടക്കം. ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി, യമുനോത്രി ക്ഷേത്രങ്ങൾ ഭക്തർക്കായി നാളെ തുറക്കും. കേദാർനാഥ് ക്ഷേത്രം അടുത്ത മാസം 2-നും ബദരിനാഥ് ക്ഷേത്രം അടുത്ത മാസം 4-നും തുറക്കും. ഈ വർഷത്തെ SSLC ഫലം മെയ് 9-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മെയ് 2-ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കാനഡ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് ഭരണമുറപ്പായ സാഹചര്യത്തിൽ മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. കൺസർവേറ്റീവ് പാർട്ടിയുമായി നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ലിബറൽ പാർട്ടി വിജയം ഉറപ്പിക്കുന്നത്. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് വിജയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്